ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ആവർത്തന പുസ്തകം 27-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. 27-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ മോശ ഇസ്രായേൽ ജനത്തോട് പറയുന്നു, നിങ്ങൾ വാഗ്ദത്ത നാടായ കനാനിൽ ജോർദാൻ കടന്ന് ആ സ്ഥലത്തെത്തുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് വലിയ ശിലകൾ നാട്ടി അതിൽ കുമ്മായം പൂശി യഹോവയുടെ നിയമം അതിലെഴുതി വയ്ക്കണം. എന്നിട്ട് ഏബാൽ പർവ്വതത്തിൽ അത് നാട്ടിവെക്കണം. എന്തിനാ നാട്ടിവെക്കുന്നത് ചോദിച്ചാൽ, താഴ്വരയിലൂടെ പോകുന്നവരൊക്കെ ഈ കല്ല് കാണുകയും അതിലെഴുതി വച്ചിരിക്കുന്നതായ നിയമം ഓർക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. ഇന്നത്തെ പോലെ പേപ്പറോ മറ്റു കാര്യങ്ങളൊന്നും അക്കാലങ്ങളിലില്ലല്ലോ. അതുകൊണ്ട് കല്ലുകളിൽ കുമ്മായം പൂശി കല്ലുകളിൽ അത് വലിയ അക്ഷരങ്ങളിൽ എഴുതി വയ്ക്കുകയാണ്. ഇതിനു മുൻപ് നമ്മൾ നേരത്തെ കണ്ടിരുന്നു, യഹോവയുടെ നിയമം നിൻ്റെ കട്ടളപ്പടിമേൽ, നിൻ്റെ നെറ്റിമേൽ, നിൻ്റെ കയ്യിൽ, നീ കിടക്കുന്നിടത്ത് നടക്കുന്നിടത്തൊക്കെ എഴുതി വയ്ക്കണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ നിയമം നിന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നീ തെറ്റ് ചെയ്യാൻ പാടില്ല, നീ വിശുദ്ധ ജനമാണ്, നീ പാപം ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത് എപ്പോഴും കണ്ണിൻ്റെ മുമ്പിൽ ഇതിരിക്കുമ്പോൾ അത് വായിക്കുമ്പോൾ നമുക്ക് തെറ്റിലേക്ക് പോകാൻ സാധിക്കുകയില്ലല്ലോ. അപ്രകാരം നിങ്ങൾ ചെയ്യണമെന്ന് മോശ ഇസ്രായേൽ ജനത്തോട് ആവശ്യപ്പെടുകയാണ്. രണ്ടാമത് പറഞ്ഞു, നിങ്ങൾ അവിടെ ആ പർവ്വതത്തിൽ ബലിപീഠം നിങ്ങൾ പണിയണം. ബലിപീഠം പണിയുമ്പോൾ കല്ലുകൾ വെട്ടിയെടുക്കുമ്പോൾ അതിൽ മഴു അല്ലെങ്കിൽ ഇരുമ്പായുധം കൊണ്ട് വെട്ടിയെടുക്കാൻ പാടില്ല, കല്ല് ചെത്തിമിനിക്കാൻ പാടില്ല. സ്വാഭാവികമായിട്ട് എങ്ങനെ കല്ല് ലഭിക്കുന്നോ ആ സ്വാഭാവികമായ കല്ലുകൾ കൊണ്ട് ബലിപീഠം പണിത് അതിലാണ് ദൈവത്തെ ദഹനബലി അർപ്പിച്ച് ദൈവത്തെ ആരാധിച്ച് നിങ്ങൾ സന്തോഷിക്കണം. അവിടെ വെച്ച് നിങ്ങൾ ആ അർപ്പിക്കുന്ന ബലിവസ്തു ഭക്ഷിച്ച് ദൈവത്തെ നിങ്ങൾ മഹത്വപ്പെടുത്തണം. സ്വാഭാവികമായ രീതിയിൽ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതുമാണ് ദൈവത്തിന് പുതിയ നിയമത്തിലും ഇഷ്ടം. ആർട്ടിഫിഷ്യലായി നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. അവരവർക്ക് ദൈവം കൊടുത്ത ശബ്ദം, അവരവർക്ക് ദൈവം കൊടുത്തതായ സാഹചര്യം, ആ സാഹചര്യത്തിൽ ദൈവത്തെ ആരാധിക്കണം. ആർട്ടിഫിഷ്യലായിട്ടോ ഒന്നും ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ സ്വാഭാവികമായ എല്ലാ അവസ്ഥകളെയും ദൈവമാണ് നമുക്ക് തരുന്നത്. ആ അവസ്ഥയിൽ ദൈവത്തെ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടം. അപ്പം അതുകൊണ്ടാണ് നീ ചെത്തിമിനിക്ക കല്ലുകൾ കൊണ്ടോ ഒന്നും നീ ബലിപീഠം പണിയേണ്ട കാര്യമില്ല. ലഭിക്കുന്ന കല്ല് എങ്ങനെയാണോ നിനക്ക് ആ കല്ല് നിനക്ക് ലഭിക്കുന്നത് അതനുസരിച്ച് നീ ബലിപീഠം നിൻ്റെ സാഹചര്യം അനുസരിച്ച് നീ ചെയ്താൽ മതി എന്നുള്ളതാണ്. 11 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ 12 ശാപങ്ങളെക്കുറിച്ച് നമ്മൾ ഇനി വായിക്കുകയാണ്. ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിൽ 6 ഗോത്രങ്ങൾ വീതം രണ്ടായിട്ട് അവരെ തിരിക്കുന്നു. എന്നിട്ട് അനുഗ്രഹിക്കുവാനായി 6 ഗോത്രങ്ങളും അല്ലെങ്കിൽ ഏതെല്ലാമാണ് ശാപമെന്ന് പറയാനും ശപിക്കാനായി 6 ഗോത്രങ്ങളെ ഇവിടെ വേർതിരിക്കുന്നതായി നമ്മൾ കാണുന്നു. അതായത് അനുഗ്രഹിക്കാനായിട്ട് വേർതിരിച്ച ഗോത്രങ്ങൾ ഒന്ന് ശിമെയോൻ, ലേവി, യൂദ, ഇസാക്കാർ, ജോസഫ്, ബെഞ്ചമിൻ. ശപിക്കാനായി വേർതിരിച്ചതായ ഗോത്രം ഒന്ന് റൂബൻ, ഗാദ്, ആഷേർ, സെബൂലൂൻ, ദാൻ, നഫ്താലി. എന്നിട്ട് ഇവരിങ്ങനെ ആ പർവ്വതമുകളിൽ കയറി നിൽക്കണം. അപ്പോൾ ലേവ്യ പുരോഹിതൻ ഏതെല്ലാമാണ് ശാപം ഉണ്ടാക്കുന്ന കാര്യങ്ങളെന്ന് പറയും. അത് അങ്ങനെയുള്ളവർ ശപിക്കപ്പെട്ടവർ ആമീൻ എന്ന് ജനം ഏറ്റുപറയുകയും ചെയ്യണം. അവരെ കൊണ്ടത് ഏറ്റുപറയിപ്പിക്കുകയും വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നത് അവരെ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ്, തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അന്നത്തെ സാധാരണ ജനങ്ങൾ അവർക്ക് ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ കൽപ്പനകളൊക്കെ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അത് മറന്നു പോകാതെ എപ്പോഴും ഓർമ്മയിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ശാപകരമായ 12 കാര്യങ്ങൾ പറഞ്ഞ്, ഒന്ന് ദൈവത്തിന് നിന്ദ്യമായ വിഗ്രഹം ഉണ്ടാക്കുകയോ ശില്പവേല ഉണ്ടാക്കുകയോ ചെയ്യുന്ന അങ്ങനെയുള്ളതിനെ രഹസ്യത്തിൽ ഉണ്ടാക്കുകയും അതിനെ ആരാധിക്കുകയും ചെയ്യുന്നവൻ, അപ്പോൾ ജനങ്ങൾ പറയണം അവൻ ശപിക്കപ്പെട്ടവനാണ്, ആമീൻ. എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവരങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതിനു മുമ്പ് അനേക പ്രാവശ്യം യഹോവയെ ജാതികളുടെ രീതിയാണല്ലോ
വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അത് ദൈവമെന്ന് പറഞ്ഞ് അതിനെ ആരാധിക്കുക. അതാണ് എപ്പോഴും ഹോവയായ ദൈവം വെറുക്കുന്ന ഒരു കാര്യം. അതൊന്നാമത് പറയുന്നു. രണ്ടാമത് പറയുന്നു, അപ്പനെയോ അമ്മയോ നിന്ദിക്കുന്നവൻ. അപ്പനെയും അമ്മയും ബഹുമാനിക്കണം, ദീർഘായുസ്സുണ്ടാകാനും നന്മയുണ്ടാകാനും മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന് കർത്താവ് കൽപ്പന കൊടുത്തിട്ടുണ്ട്. അത് കല്ലിന്മേൽ എഴുതി വച്ചിട്ടുമുണ്ട്. എന്നിട്ട് അതിന് വിരുദ്ധമായി അവരെ നിന്ദിക്കുന്നവൻ അവൻ ശപിക്കപ്പെട്ടവനാണ്. 3, അയൽക്കാരൻ്റെ അതിര് മാറ്റുന്നവൻ. ഓരോരുത്തർക്കും ഓരോ പ്രദേശം കൊടുത്തിട്ടുണ്ട്, ഓരോ സ്ഥലങ്ങൾ വീതിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം അയൽക്കാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുതെന്നുള്ള കൽപ്പനയുടെ ലംഘനമാണത്. അങ്ങനെ അവൻ്റെ ആ അതിര് മാറ്റുന്നവൻ ശപിക്കപ്പെട്ടവൻ. 4 പറയുന്നു, കുരുടനെ വഴിതെറ്റിക്കുന്നവൻ. കുരുടന് കാഴ്ചയുള്ളവനല്ല, അവനെ നേരായ വഴിയിലൂടെ അത് നടത്തുന്നതിന് പകരം അവനെ വഴിതെറ്റിക്കുക. അല്ലെങ്കിൽ ഇന്നത്തെ രീതി നമ്മൾ ചിന്തിച്ചാൽ അറിവില്ലാത്തവനെ നമ്മളവനെ ചൂഷണം ചെയ്യുകയാണ്. ആ അറിവില്ലായ്മയെ ചൂഷണം ചെയ്ത് നമ്മൾ ഇത് കബളിപ്പിക്കാൻ പാടില്ല. അപ്പോൾ അതാണ് ഇന്നത്തെ കാലഘട്ടവുമായി ചിന്തിക്കുമ്പോൾ നമുക്ക് ഇത് മനസ്സിലാക്കേണ്ടത്. 5 പറഞ്ഞു, പരദേശി, അനാഥൻ, വിധവ എന്നിവർക്ക് നീതി നിഷേധിക്കുന്നവൻ. അവർക്ക് വേണ്ടി വാദിക്കുവാൻ ആരുമില്ല. അപ്പോൾ നീതിപീഠത്തിലിരിക്കുന്നവർ അവർക്ക് അല്ലെങ്കിൽ കൈക്കൂലി കൊടുക്കുവാനോ അല്ലെങ്കിൽ സ്വാധീനിക്കാനോ യാതൊരു നിർവാഹമുള്ളവരല്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു കാരണവശാലും നീതി നിഷേധിക്കാൻ പാടില്ല. അങ്ങനെയുള്ളവരുടെ കൂടെയാണ് ദൈവമെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവരെ കാര്യങ്ങളെക്കുറിച്ച് മുമ്പ് അനേക പ്രാവശ്യം ദൈവം പറഞ്ഞതൊക്കെ നമ്മൾ ഓർക്കുക. അതുപോലെ തന്നെ 6, പിതാവിൻ്റെ ഭാര്യയോട് കൂടി സഹിക്കുന്നവൻ. അത് പറയാം, ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കുന്ന രീതി ആ കാലങ്ങളിലുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള അപ്പൻ്റെ ഭാര്യയായിട്ട് സ്വീകരിച്ചവനെ മറ്റാരും, അതായത് മക്കളായിട്ടുള്ള ആ മക്കളെ സ്ഥാനത്തുള്ള ആരും അവരുമായി ബന്ധപ്പെടാൻ പാടില്ല. അത് ശാപമാണ്. നേരത്തെ രൂപൻ ചെയ്തതും ശപിക്കപ്പെട്ടതൊക്കെ നമുക്കറിയാം. 7, മൃഗവുമായി ഇണചേരുന്നവൻ. ബെസ്റ്റിയാലിറ്റി എന്ന് പറയുന്ന ഒരു ലൈംഗിക വൈകൃതമുണ്ട്. മറ്റു മൃഗങ്ങളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത്. മനുഷ്യനോടും മൃഗത്തോടും പക്ഷിയോടും സസ്യത്തോടുമാണ് ഇത് ചേരേണ്ടതും വംശങ്ങളെ നിലനിർത്തേണ്ടതും. അത് പ്രകൃതി വിരുദ്ധമായ ബന്ധമാണ്. അങ്ങനെയുള്ളവൻ ഇത് ശപിക്കപ്പെട്ടവനെന്ന് നിങ്ങൾ ഏറ്റുപറയണം. 8, സ്വന്തം സഹോദരിയോടൊത്ത് ഇത് സഹിക്കുന്നവൻ. അത് അവൻ സ്വന്തം അമ്മ പ്രസവിച്ചല്ലെങ്കിൽ അപ്പന് മറ്റുള്ള ഭാര്യമാരിൽ പ്രസവിച്ചാലും അതും സഹോദരിയുടെ സ്ഥാനത്താണ്. അങ്ങനെയുള്ളവരുമായി ബന്ധപ്പെടുന്നവർ. 9, അമ്മായിയമ്മയോടുകൂടി ഇത് സഹിക്കുന്നവൻ. അത് അമ്മയുടെ സ്ഥാനത്താണ്. അമ്മായിയമ്മ ആ സ്ഥാനത്ത് കാണുകയും ബഹുമാനിക്കുകയും നമ്മൾ ചെയ്യേണ്ടതാണ്. 10, അയൽക്കാരനെ രഹസ്യമായി ഇത് വധിക്കുന്നവൻ അല്ലെങ്കിൽ കൊലപാതകം ചെയ്യുന്നവൻ. ആരും അറിഞ്ഞില്ല എന്ന് വിചാരിച്ച് നീ ചെയ്താലും നീ ദൈവസന്നിധിയിൽ ദൈവമുൻപാകെ നീ ശപിക്കപ്പെട്ടവനായി മാറും. അത് 11, നിർദോഷിയെ കൊല്ലാൻ കൈക്കൂലി വാങ്ങുന്നവൻ. മറ്റുള്ളവരിൽ നിന്ന് മറ്റുള്ള സ്വാധീനത്തിൽപ്പെട്ട് ഇത് കൈക്കൂലി വാങ്ങിക്കൊണ്ട് ന്യായം അവന് മറിച്ചു കളയുകയും അവനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയും അതിനുള്ളതായ വഴിയൊരുക്കുകയും ചെയ്യുന്നത്. അങ്ങനെയുള്ളവർ ഇത് ശപിക്കപ്പെട്ടവരാണ്. 12 പറയുന്നു, ഈ നിയമങ്ങൾ പൂർണ്ണമായി അനുസരിക്കാത്തവർ. ഇതിലൊന്നുപോലും തെറ്റിക്കാൻ പാടില്ല. അങ്ങനെയുള്ളവരെല്ലാം ശപിക്കപ്പെട്ടവരാണെന്നുള്ള ഒരു വലിയ കാര്യമാണ് ഈ 27-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇത് നമ്മുടെ ഇന്നത്തെ ജീവിതവുമായി ബന്ധപ്പെടുത്തി അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയും ഇങ്ങനെയുള്ളതാ ശാപകരമായ കാര്യങ്ങൾ, അങ്ങനെയുള്ള ചിന്തകളോ നമ്മുടെ മനസ്സിൽ വരാതെ ദൈവികമായ ആ പരിശുദ്ധാത്മാവിന് വിധേയമായി മാത്രം ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും പറയുവാനും ദൈവമേ, പരിശുദ്ധാത്മാവെ ശക്തീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.